കൺഗ്രാചുലേഷൻസ്. ആ എന്തിന്? സ്റ്റാർ തെളിഞ്ഞില്ലേ? വൈകുന്നേരം ടി വിയിൽ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടില്ലേ? ആ ഇനിയിപ്പോ നാളെ മുതൽ തുടങ്ങുകയല്ലേ അണ്ണന്റെ ഗ്ലാമർ കാലം. ഫിലിം വീക്ക്ലീസിൽ ഇനിയിപ്പോ ഒരു 3-4 മാസം ആശാൻ ഈ കേസുമായി കിടന്ന് വിലസ. മറ്റേ നടിയെ ചോദ്യം ചെയ്യുന്നത്, മറ്റേ നടനെ ചോദ്യം ചെയ്യുന്നത്. ഓഹോ, രോമാഞ്ചം. നടന്മാരെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ. നടികളെ മുഴുവൻ ഛേദ്യം ചെയ്യാൻ പോവാ. ഒന്ന് പോണ തൊന്തരവ് പിടിച്ച കേസാ. മന്ത്രിമാരും പത്രക്കാരും മുതല് കോളേജ് പെമ്പിള്ളാർ വരെ സ്റ്റേഷനിലോട്ട് വിളിയാ. ഇന്നിപ്പോ ഒരു അരമണിക്കൂറിന് മുമ്പ് ഏതോ ഒരു കൊച്ചു പെണ്ണ് വിളിച്ചിട്ട് ഭയങ്കര തെറിയും കരച്ചിലും. ഞങ്ങൾ ആളെ പിടിച്ചിട്ടില്ല എന്നും പറഞ്ഞു. ആളപ്പടിയാ ഇപ്പടിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേലും പുള്ളിക്ക് നല്ല അസലൊരു ഫാൻ ഫെയർ ഉണ്ടായിരുന്നു എന്ന് ഇന്നെനിക്ക് ബോധ്യമായി. അതും ഇതിപ്പോ അങ്ങയുടെ ഗ്ലാമറിന്റെ പീക്കിൽ നിൽക്കുന്ന ടൈം. തട്ടിപ്പോയതൊരു ബോർ അവസ്ഥയിലാണേലും ആശാൻ അവിടെ സ്കോർ ചെയ്തു. കാറ്റ് പോണേൽ ബെസ്റ്റ് ടൈമിൽ പോണോന്ന് പറയുന്നത് നേരാന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അങ്ങനെ മരിച്ചത്. എന്നാലും ക്രൂവലായിപ്പോയി. ഈ എഴുത്തുകാര് സിനിമാക്കാര് വർഗത്തില് എനിക്ക് നേരിട്ട് പരിചയപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരൊറ്റ കക്ഷിയായിരുന്നു. ഹി വാസ് എ റിയൽ ആർട്ടിസ്റ്റ്. ആ ഏതായാലും ഞാനൊരു പൈന്റ് വാങ്ങി വെച്ചിട്ടുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. പ്രമോഷൻ കിട്ടിയിട്ട് ചേട്ടൻ ആദ്യം കിട്ടുന്നത് നല്ല സ്റ്റൈലിനൊരു കേസ്. വല്ല അണ്ടനെ അടവോടനെയൊക്കെ ആര് കൊന്നു കണ്ടുപിടിച്ചിട്ട് എന്ത് കാര്യം? ഇതിപ്പോ പിടിച്ച 10 പേര് അറിയുമല്ലോ. പിടിച്ചില്ലേലും 10 പേരറിയും. അപ്പൊ ഗ്ലാമർ നാറ്റവും. അതാ പടി.